ഇന്ന് നൈനുക്കുട്ടി സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും സുഖിയൻ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ശർക്കര പാനിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ചിട്ട് എങ്ങോട്ടോ പോയി. ശർക്കര അങ്ങോട്ട് കരിഞ്ഞ് പിഴിഞ്ഞ് അലിഞ്ഞു പോയിട്ടോ. അതോടുകൂടി സുഖിയൻ ഉണ്ടാക്കാനുള്ള മൂടൊക്കെ അങ്ങോട്ട് പോയിട്ടോ. പിന്നെ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് പിന്നെ ഒരു 6 രൂപയ്ക്കിന് എന്തോ ഒരു ബോധോദയം വന്നിട്ട് പിന്നെ ഉണ്ടാക്കാൻ അങ്ങോട്ട് തുടങ്ങിയിട്ടോ. ഇന്നത്തെ സുഖിയൻ നമുക്ക് വേണ്ടി മാത്രമല്ല ഉണ്ടാക്കണത്. എനിക്ക് താഴത്ത് ഒരു നോർത്ത് ഇന്ത്യൻ കുട്ടി ഉണ്ട് കേട്ടോ. അവൾ എനിക്ക് പായസം കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാത്രം എൻ്റെ കയ്യിലിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും പാത്രത്തിൽ തന്നു കഴിഞ്ഞാൽ തിരിച്ച് വെറും കാലിയായിട്ട് ആ പാത്രം കൊടുക്കാൻ പാടില്ല കേട്ടോ. ഞാൻ UP പോയിട്ട് പഠിച്ച ഒരു കാര്യമാണ് കേട്ടോ. അത് നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ ആ പാത്രം കഴുകി അങ്ങനെ പാത്രം തിരിച്ചു കൊടുക്കലാണ് പതിവ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി എന്തെങ്കിലും ആ പാത്രത്തിൽ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കൊടുക്കുന്നത് അവൾക്ക് സുഖിയനാണ് കേട്ടോ. അവളാണെങ്കിൽ പ്രഗ്നൻറ്റും ആണ്. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും സ്വീറ്റായിട്ട് കഴിക്കാൻ നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ല മധുരമുള്ള സുഖിയൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇതാണെങ്കിൽ അവൾ കഴിച്ചിട്ടും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ രാത്രിയായി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അങ്ങനെ അവൾക്ക് കൊണ്ടു കൊടുത്തു. ഞങ്ങൾ പ്ലാൻ ചെയ്തൊരു വീഡിയോ ഒക്കെ അങ്ങോട്ട് സെറ്റാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.